ഇതൊരു സ്പെഷ്യൽ അടയാണ് കേട്ടോ. എന്താ ഇപ്പം അത്ര സ്പെഷ്യൽ എന്നല്ലേ? ഇത് ബീട്രൂട്ട് വെച്ചുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. ബീട്രൂട്ട് ഞാൻ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കഷ്ണങ്ങൾ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. അത് വെന്ത വെള്ളം ഉണ്ടല്ലോ, അത് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണമല്ലോ. അതിന് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അരച്ച് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ആ നെയ്യൊക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് മധുരത്തിന് വേണ്ട ശർക്കരപ്പാനി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് മൂന്നും കൂടി ഒന്ന് മിക്സാക്കി ആ മധുരം തേങ്ങയിലും ബീട്രൂട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. ഇനി നമുക്ക് അത് കുഴച്ച് ബോൾസ് ആക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുക്കുമ്പോൾ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചുട്ട് വന്നപ്പം കുറച്ച് കളറ് കുറഞ്ഞ പോലെയുണ്ട്. അത് ഞാൻ ആ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണല്ലോ പൊടി വാട്ടിയത്. അതിലേക്ക് കുറച്ച് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളറ് വരുമായിരുന്നു കേട്ടോ. ഇനി അടുത്ത തവണ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യും. നിങ്ങൾക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇലയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച ഇലയിൽ ഞാൻ ഓരോ ബോൾസ് ഇട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ബീട്രൂട്ട് ഫില്ലിംഗ് വെച്ച് 3 സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ആവി കയറ്റി എടുക്കണമല്ലോ. അപ്പോൾ 3 റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റാൻ വെച്ച പാത്രത്തിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ ആവിയൊക്കെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ നല്ല ആവിയൊക്കെ വന്ന് നമ്മുടെ അട അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇപ്പോഴും രസമുണ്ട്, എന്നാലും കുറച്ചുകൂടി കളറുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണേ.